ഇത് ഇലക്ഷൻ്റെ അന്ന് രാവിലെയാണ് കേട്ടോ. ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇന്ന് പഠിത്തമൊന്നുമില്ല. അതുകൊണ്ട് എനിക്കും മക്കൾക്കും സ്കൂളിൽ പോകണ്ട, ശ്രീജേട്ടന് മാർക്കറ്റിലും പോകണ്ട. ശ്രീജേട്ടൻ രാവിലെ തന്നെ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നടക്കുകയാണ് കേട്ടോ. ആ ടാങ്ക് മേടിച്ച് വെച്ചിരിക്കുന്നത് നമുക്കല്ലേ, തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേച്ചി കൊണ്ട് വെച്ചിരിക്കുന്നതാണ് കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ ഞാൻ മുളകൊക്കെ പൊട്ടിച്ചു കേട്ടോ. നമ്മുടെ വീടിൻ്റെ അപ്പുറത്ത് അമ്മ കുറച്ച് മുളകൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ കുറച്ച് മുളകൊക്കെ പൊട്ടിച്ചുകൊണ്ട് വന്നു കറി വെക്കാനായിട്ട്. ഇന്ന് ഇഡ്ഡലിയും കുറുമക്കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കണേ. അങ്ങനെ മുളകൊക്കെ പൊട്ടിച്ച് രാവിലെ തന്നെ വരികയാണ്. ഇതെന്തോ നല്ല തണുപ്പുണ്ട് കേട്ടോ രാവിലെ തന്നെ. അങ്ങനെ അമ്മ അതേ കടയിലേക്ക് കൊണ്ടുപോകാനായിട്ട് വീട്ടിൽ നിന്ന് തന്നെ വേപ്പില പൊട്ടിച്ചു വെച്ചിട്ടുണ്ട്. വേപ്പില കടയിലുണ്ടെങ്കിലും നാടൻ വേപ്പിലേക്ക് ആളുകൾ കുറേ ഉണ്ട്. അപ്പം അമ്മ ഇവിടെ നിന്നും പൊട്ടിച്ചു വെക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ദേ പാറുമോള് നല്ല ഉറക്കമാണ്. ഞാൻ വിചാരിച്ചു ഉറങ്ങിക്കോട്ടെ എന്ന്. അപ്പോഴേക്കും അമ്മ ദേ ഇഡ്ഡലി ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലിയൊക്കെ നമ്മുടെ വെന്ത് വന്നിട്ടുണ്ട്. വലിയ ഇഡ്ഡലി ചെമ്പിൽ വെക്കുകയാണെങ്കിൽ ഒരു വട്ടം വെച്ചാൽ മതി കേട്ടോ. അപ്പോഴേക്കും ദേ നമ്മുടെ നാളികേരം എടുത്തുകൊണ്ട് പൊതിക്കണം. നാളികേരം പൊതിച്ചിട്ട് ചെരുകി കറികൾ വെക്കണം. മുട്ടക്കറി വെക്കണം, കുറുമക്കറി വെക്കണം, പിന്നെ ചട്നി ഉണ്ടാക്കണം. അതിനാണ് നാളികേരം പൊതിക്കുന്നത് കേട്ടോ. അങ്ങനെ നാളികേരമൊക്കെ വേഗം വേഗം പൊതിച്ചെടുക്കും. ആദ്യമൊക്കെ വെട്ടുകുത്തിയോണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ വന്നപ്പോൾ ഇതുപോലെ കമ്പി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ സുഖമായി. അപ്പോൾ പിന്നെ ഇതുമ്മ വേഗം വേഗം ഞാൻ പഠിച്ചു കേട്ടോ. അങ്ങനെ അതൊക്കെ പിടിച്ച് താലം പിടിച്ച് വരുന്ന താലല്ല, നമ്മുടെ നാളികേരം പൊതിച്ച് ചകിരിയൊക്കെ പിടിച്ച് അതവിടെ ഒതുക്കി വെച്ചത് അടുക്കളയിൽ വന്ന് ബാക്കി പണികളിലേക്ക് കിടക്കുകയാണ്. അപ്പോഴേക്കും ഇതേ പാറുമോള് എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇതേ കറിയൊക്കെ നമുക്ക് വെക്കണം. അതിനായിട്ട് പയർ ഉപ്പേരി വെക്കുകയാണ്. അതിനായിട്ട് മുളകൊക്കെ കുത്തിക്കാച്ചി മുട്ടക്കറിക്കായി മുട്ട പുഴുങ്ങി. അപ്പോഴേക്കും മുട്ടക്കറിയുടെ ചാറുണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ അവിടെ റെഡിയാക്കുകയാണ്. ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കറികളൊക്കെ വേഗം വേഗം റെഡി ആവണം. അപ്പോഴേക്കും ശ്രീജേട്ടൻ മാർക്കറ്റിലേക്ക് ഇന്ന് പോകണില്ല കേട്ടോ, കടയിലേക്ക് പോകാനായി റെഡി ആവുന്നുണ്ട്. അങ്ങനെ കുറുമക്കറി റെഡിയായി, ചട്നി റെഡിയായി. അങ്ങനെ നമ്മുടെ മുട്ടക്കറിക്കുള്ള തയ്യാറെടുപ്പുകൾ നടക്കണു. അപ്പോഴേക്കും ശ്രീജേട്ടൻ്റെ കുളി കഴിഞ്ഞതേ ഇവിടെ വിളക്കൊക്കെ വെക്കുകയാണ് കടയിൽ പോകാനായിട്ട്. അങ്ങനെ ശ്രീജേട്ടന് ഇഡ്ഡലി കൊടുത്തു കേട്ടോ. പാറുമോൾക്കൊന്ന് മുടക്ക ദിവസമല്ല, അപ്പോൾ സൈക്കിൾ ചവിട്ടണം എന്ന് പറഞ്ഞ് നടക്കുകയാണ്. അങ്ങനെ മുട്ടക്കറിക്കുള്ള സവാളയിലേക്ക് ഇഞ്ചിയും പച്ചമുളകൊക്കെ നമ്മളിട്ട് പൊടികളൊക്കെ ഇട്ട് നന്നായി മൂപ്പിച്ച് കൊടുക്കുകയാണ്. അപ്പോഴേക്കും പാറുമോള് അച്ഛനോട് മുടി കെട്ടി തരുമെന്ന് പറയാണ്. ഇവർ ഡാൻസ് കളിക്കുന്ന കണ്ടൊന്നും തോന്നണ്ട, അവിടെ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പാറുമോള് സൈക്കിളൊക്കെ ചവിട്ടാനായിട്ട് പാറുമോള് സൈക്കിൾ ചവിട്ട് നോക്കണം. കാരണം നമ്മുടെ വീടിൻ്റെ മുൻപിൽ തന്നെ വഴിയാണ്, അവിടെ വണ്ടികളൊക്കെ വരും. അങ്ങനെ മുട്ട കറി വയ്ക്കുന്നതിന് മുമ്പ് ശ്രീജേട്ടൻ ഇന്നൊരു മുട്ട കൊടുത്തേ. അങ്ങനെ ബാക്കി എല്ലാ മുട്ടയും ഇതിലിട്ടു. അച്ഛൻ നേരത്തെ പോയി കട തുറന്നിട്ട് ശ്രീജേട്ടനോട് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതി, നടക്കല്ലേ ഇത്തിരി റെസ്റ്റ് കിട്ടുള്ളൂ.